മുഖ്യമന്ത്രി ഇപ്പോൾ സംസാരിക്കുന്നു. അതിലേക്ക് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു EMS. രാജ്യത്തിൻ്റെ ഐക്യവും ജനങ്ങളുടെ യോജിപ്പും ശിഥിലമാക്കുന്ന വർഗീയതയുടെ ഭീകര രൂപമാർജിച്ച BJP തുറന്നു കാട്ടുണ്ടായിരുന്നു EMSൻ്റെ അവസാന നാളുകളിലെ ഇടപെടൽ. ഇടതുപക്ഷത്തിൻ്റെ നിലനിൽപ്പും വളർച്ചയും രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അനിവാര്യമാണ് എന്ന് ലോക അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് EMS സമർപ്പിക്കുകയുണ്ടായി. EMSൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കട്ടെ. EMSനെ ഈ രീതിയിൽ സ്മരിക്കുമ്പോൾ ഇന്ന് നമ്മൾ രാഷ്ട്രീയ രംഗത്ത് കാണുന്ന ഒരു പ്രത്യേകത ഗൗരവമായി കണക്കിലെടുക്കേണ്ടത്. ഇടതുപക്ഷത്തെ നശിപ്പിക്കുക എന്ന അജണ്ട വലതുപക്ഷം തുടക്കം മുതലേ സ്വീകരിച്ചു വന്നതാണ്. അതിനെ നേരിട്ടും അതിജീവിച്ചുമാണ് ഇടതുപക്ഷം ശക്തിപ്പെട്ടു വന്നത്. ഇപ്പോൾ വീണ്ടും കോൺഗ്രസും BJPയും എല്ലാം ഒരുമിച്ച് തന്നെ ഇടതുപക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തീവ്രമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സാമൂഹിക അസമത്വങ്ങൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ കരുത്തോടെ നിലകൊണ്ടതും ജന്മിത്വത്തിനെതിരെ വലിയ തോതിലുള്ള സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നതും അതിൻ്റെയെല്ലാം തുടർച്ച എന്ന നിലക്ക് നമ്മുടെ സംസ്ഥാനത്ത് കാർഷിക രംഗത്ത് ഫലപ്രദമായ മാറ്റങ്ങൾ വരുത്താനിടയായതും എല്ലാം കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങളുടെ ഇടപെടലുകളുടെ ഭാഗമാണ് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ കാണുന്നൊരു പ്രത്യേകത, കേരളത്തിൽ ഇടതുപക്ഷം ആദ്യമായി അധികാരത്തിലിരിക്കുകയല്ല. 1957 മുതൽ നിരവധി ഘട്ടങ്ങളിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ സംസ്ഥാനത്ത് അധികാരത്തിലുണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ നില കേരളത്തിൽ കാണാൻ കഴിയും. ഇതിന് ഇടയാക്കിയിട്ടുള്ളത് 1957 കേരളത്തിലെ ആദ്യത്തെ ഗവൺമെൻറ്, EMSൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള ശക്തമായ അടിത്തറയാണിട്ടത്. അതിലൂടെയാണ് കേരളം ഇന്നത്തെ അവസ്ഥയിലേക്ക് വളർന്നു വന്നത്. എന്നാൽ കേരളത്തിൻ്റെ അനുഭവം പരിശോധിച്ചാൽ വിവിധ ഘട്ടങ്ങളിൽ അധികാരത്തിലിരുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി സ്വീകരിക്കുന്ന നടപടികൾ അട്ടിമറിക്കാൻ പിന്നീട് വലതുപക്ഷ ഗവൺമെൻറ്റുകൾ ശ്രമിച്ചിട്ടുണ്ട്. പല അട്ടിമറി ശ്രമങ്ങളെയും കടുത്ത ജനകീയ പ്രക്ഷോഭത്തിലൂടെയാണ് തടുത്തു നിർത്താൻ കഴിഞ്ഞത്. അപ്പോൾ കേരളത്തിൻ്റെ
ഇന്ന് കാണുന്ന പുരോഗതിക്ക് അടിസ്ഥാനമായി കാണാൻ കഴിയുക നിരവധി ഘട്ടങ്ങളിൽ അധികാരത്തിലിരുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ വലതുപക്ഷ ഗവൺമെൻറ്റുകൾ അധികാരത്തിലിരിക്കുമ്പോൾ നാടിനെ പുറകോട്ടടിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വലിയ തോതിലുള്ള ജനകീയ ഇടപെടലുകൾ, ഇതെല്ലാം കൂടിച്ചേർന്നാണ് നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് കഴിഞ്ഞത് എന്നത് നാം കാണണം. ഇവിടെ രാജ്യത്തിൻ്റെ മൊത്തം സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യം കേരളത്തിൽ പൊതുവെ നിലനിൽക്കുന്നതും ഇതിൻ്റെ ഭാഗമായി തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ നാട് നേരത്തെ കേരള മോഡൽ എന്ന തരത്തിൽ രാജ്യവും ലോകവും സവിശേഷമായി ശ്രദ്ധിക്കുന്ന നിലയിലേക്ക് ഉയരുന്നതിനൊക്കെ ഇടയാക്കിയത് ഇത്തരമൊരു സാഹചര്യമായിരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ അതിനെ അസ്ഥിരപ്പെടുത്താനുള്ള വലിയ ശ്രമവും ഇടപെടലുകളും ഉണ്ടായതും നാടിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നേരത്തെ കോൺഗ്രസ്സാണ് ശ്രമിച്ചത്. ഇപ്പോൾ BJP രാജ്യത്താകെ കോൺഗ്രസ് നേരത്തെ നടത്തിയ ശ്രമം വേറൊരു തരത്തിൽ നടത്തുന്നതും നാം കാണുകയാണ്. ഇവിടെ വലിയ തോതിലുള്ള വ്യാജ ആരോപണങ്ങൾ, കെട്ടിച്ചമച്ച കഥകൾ, അങ്ങനെ ഒരു സർക്കാരിനെതിരെ എന്തെല്ലാം പ്രയോഗിക്കാൻ കഴിയും, നിയമവിരുദ്ധമായി വഴിവിട്ട നടപടികളിലൂടെ ഏതൊക്കെ നടപടികൾ സ്വീകരിക്കാൻ പറ്റും എന്നതാണ് ഒരു കേരളതല ധാരണയിലൂടെ കോൺഗ്രസ്, ലീഗ്, UDF, BJP നമ്മുടെ സംസ്ഥാനത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിനെയും UDFനെയും BJPയെയും എന്താണ് അസ്വസ്ഥമാക്കുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ വികസനപരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ അത്തരം കാര്യങ്ങളോട് കടുത്ത വിയോജിപ്പ് ഇവർക്ക് ഉണ്ടാകുന്നത്? ഇതിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ഇവർ സഞ്ചരിച്ച പാതയിലൂടെയല്ല ഇടതുപക്ഷം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാടിൻ്റെ പുരോഗതിക്ക് അടിസ്ഥാനമാകുന്ന പല നടപടികളും അതിനോട് യോജിക്കാൻ ഈ ശക്തികൾക്കാകുന്നില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിൽ കരുത്താർജിച്ച അധികാര വികേന്ദ്രീകരണമാണ്. അധികാര വികേന്ദ്രീകരണം ജനകീയാസൂത്രണത്തിലൂടെ ജനങ്ങൾ അവർക്കാവശ്യമുള്ള പദ്ധതികൾ മുൻഗണന നൽകി രൂപപ്പെടുത്തുകയും നടപ്പിലാക്കുകയും ചെയ്തപ്പോൾ അധികാര വികേന്ദ്രീകരണത്തിന് തന്നെ പുതിയ മാനം വന്നു. നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള പല അന്വേഷണങ്ങളും സന്ദർശനങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികളുടെ ഇവിടെ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കലും എല്ലാം നടന്നത് നമുക്കറിയാം. പക്ഷേ വലതുപക്ഷത്തിന് പൊതുവിൽ ഈ കാര്യങ്ങളോട് യോജിക്കാനാകുന്നില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ
പൊതുവായ മുന്നേറ്റത്തിൽ സന്ദർശനങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികളുടെ ഇവിടെ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കലും എല്ലാം നടന്നത് നമുക്കറിയാം. പക്ഷേ വലതുപക്ഷത്തിന് പൊതുവിൽ ഈ കാര്യങ്ങളോട് യോജിക്കാനാകുന്നില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുവായ മുന്നേറ്റത്തിൽ ഇവിടെ നടപ്പാക്കിയ വിവിധ പരിപാടികളിൽ ഇടതുപക്ഷം വഹിച്ച പങ്ക് ആർക്കും നിഷേധിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ സംസ്ഥാനത്തല്ല, രാജ്യത്തായാലും ലോകത്തായാലും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ അത് കേവലമായ വാഗ്ദാനങ്ങളല്ല, അത് നടപ്പാക്കാനുള്ളതാണ് എന്ന നില ഇക്കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്ത് LDFന് ജനങ്ങളെ ആകെ ബോധ്യപ്പെടുത്താൻ കഴിയും. ജനങ്ങളത് കൃത്യമായി തിരിച്ചറിയുകയാണ്. അതിനിടയാക്കിയത് ഓരോ വർഷവും പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പായി എന്ന് ബഹുജനങ്ങൾക്ക് മനസ്സിലാകുമാറ് പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കിയതിലൂടെയാണ്. ഇപ്പോൾ 4 വർഷം തുടർച്ചയായി അത് ചെയ്തു. ഇത് 5-ാമത്തെ വർഷം, 5 വർഷം പൂർത്തിയാകും. 4 വർഷവും നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഓരോ ഘട്ടത്തിലും എത്ര പൂർത്തിയായി എന്ന മട്ടിൽ അവതരിപ്പിച്ചപ്പോൾ അവസാനമെത്തിയത് 570 എണ്ണം. എത്രയിൽ? 600. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ സർക്കാരിന് കഴിയും. ഇതോ നമ്മൾ നേരിട്ട കടുത്ത പ്രതിസന്ധി, ഓഖിയും നിപ്പായും ഈ നൂറ്റാണ്ടിലെ മഹാപ്രളയവും അടുത്ത വർഷമുണ്ടായ അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും തൊട്ടു പിന്നാലെ വന്നതും ഇപ്പോഴും തുടരുന്നതുമായ കോവിഡ് മഹാമാരി, ഇതിനൊന്നും വലിയ ഇടവേള ഉണ്ടായില്ല. സാധാരണഗതിയിൽ നമ്മളിതുപോലൊരു സംസ്ഥാനം ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഇതിൻ്റെ എല്ലാം ഫലമായി ഉണ്ടായത്. എന്നാൽ ആ ദുരന്തങ്ങളെ നാടിൻ്റെ ഒരുമയോടെ നേരിടുകയും അതിജീവിക്കുകയും അതോടൊപ്പം തന്നെ എന്തൊക്കെ വികസന കാര്യങ്ങളാണോ നടക്കേണ്ടിയിരുന്നത് അവയാകെ കൃത്യമായി നടപ്പാക്കുകയും ദുരന്തത്തിൻ്റെ ഭാഗമായി ജനങ്ങൾ സ്വാഭാവികമായി ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാകും. ആ പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിന് ഒരു സർക്കാരിന് ആകാവുന്നതിൻ്റെ പരമാവധി ചെയ്തുകൊണ്ട് ജനക്ഷേമകരമായ കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്തു. ഇത് ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചതുകൊണ്ട് മാത്രം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതല്ല, ജനങ്ങളുടെ ജീവിതാനുഭവത്തിലുള്ള കാര്യമാണ്. അപ്പോൾ അവരുടെ ജീവിതാനുഭവത്തിലൂടെ എന്താണ് സംസ്ഥാനത്ത് LDF സർക്കാർ ചെയ്തത് എന്നത് വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുള്ള BJP ഗവൺമെൻറ് 100 പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കാൻ വേണ്ടി വച്ചിരിക്കുകയാണ്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്നതിനെതിരെ എന്തെങ്കിലും എതിർപ്പ് രേഖപ്പെടുത്താൻ കോൺഗ്രസിനോ UDFനോ കഴിയുന്നുണ്ടോ? എന്തുകൊണ്ടാണ് എതിർപ്പ് രേഖപ്പെടുത്താൻ പറ്റാത്തത്?
ഇത് BJP ആണ് ഇപ്പം ചെയ്യുന്നതെങ്കിലും ഈ നയത്തിൻ്റെ യഥാർത്ഥ ഉടമ കോൺഗ്രസ് ആണല്ലോ. കോൺഗ്രസ് ഗവൺമെൻറ് ആണല്ലോ ഇത് നടപ്പാക്കിയിരുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരനുഭവം പറഞ്ഞാൽ തിരുവനന്തപുരം എയർപോർട്ട് സ്വകാര്യവൽക്കരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചു. LDF സർക്കാരുമൊക്കെ അതിനെ എതിർത്തു. പക്ഷേ തിരുവനന്തപുരം ലോക്സഭാംഗം കോൺഗ്രസ് നേതാവ് അതിനെ അനുകൂലിച്ചു. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അദാനിക്ക് കൊടുത്തു. അദാനിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനെ പിന്താങ്ങുന്ന നിലയാണ് ആ ലോക്സഭാംഗം സ്വീകരിച്ചത്. ഇത് കോൺഗ്രസ്സിലെ ഒറ്റപ്പെട്ടൊരു നിലയല്ല. നമ്മുടെ രാജ്യത്ത് ആഗോളവൽക്കരണ നയം അംഗീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഉദാരവൽക്കരണ നടപടികൾ തുടങ്ങി വെച്ചത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഹരി വിറ്റഴിക്കൽ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ആ നയം തീവ്രമായി BJP നടപ്പാക്കുമ്പോൾ അത് തങ്ങളുടെ സ്വന്തം കുഞ്ഞാണല്ലോ എന്ന മട്ടിലാണ് കോൺഗ്രസും UDFും ഇതിനെ കാണുന്നത്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് വേണ്ട തരത്തിലുള്ള ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള നടപടികളിൽ ഒട്ടേറെ തെറ്റായ ഇടപെടലുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതിൽ ഒന്ന്, അസംഘടിത മേഖലയിൽ ഇപ്പോൾ തൊഴിൽ ശക്തിയുടെ 93% അധ്വാനശേഷി വിറ്റഴിക്കുന്നത് അസംഘടിത മേഖലയിലാണ്. ഇവിടുത്തെ സാമൂഹ്യ സുരക്ഷ എന്ത് എന്ന് ചിന്തിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടേയില്ല. ഇടതുപക്ഷം അത് ഗൗരവത്തോടെ ചിന്തിച്ചു. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി അതുപോലുള്ള പരിപാടികൾ നടപ്പാക്കാനായത് തന്നെ എങ്ങനെയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള തകർച്ച ഉണ്ടാക്കുന്നതിന് ഉതകുന്ന നടപടികളാണ് ഇപ്പോൾ BJP ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. രാജ്യം പൊതുവെ വലിയൊരു മഹാമാരി നേരിട്ട് അതിൻ്റെ ഭാഗമായുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോൾ ഏറ്റവും അധികം തൊഴിലവസരം വർദ്ധിപ്പിക്കുന്നതിന് നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അതിന് തൊഴിലുറപ്പ് പദ്ധതിക്ക് വലിയ പങ്കുള്ളതാണ്. പക്ഷേ അതിനല്ല കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകുന്നത്. ഇവിടെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ക്ഷേമനിധിയും പെൻഷനും ഉറപ്പാക്കിയത് കേരളത്തിൽ LDF സർക്കാരായിരുന്നു. അന്ന് അതിനെ ആക്ഷേപിച്ച പലരുമുണ്ട്. പക്ഷെ പിന്നീട് പലർക്കും അത് തള്ളിപ്പറയാൻ കഴിയാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയെന്നത് നാം കണ്ടതാണ്. ഇങ്ങനെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനം, അതിൻ്റെ ഭാഗമായുള്ള ബഹുജന പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിൽ ശക്തമായതുകൊണ്ടാണ് ഈ നാടിൻ്റെ പല പ്രത്യേകതകളും അതേ രീതിയിൽ നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ കാണേണ്ട ഒരു വസ്തുത, പെൻഷൻ നൽകുന്ന കാര്യത്തിൽ UDF ഗവൺമെൻറ് സ്വീകരിച്ച സമീപനം 600 രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ കൊടുക്കേണ്ടിയിരുന്നത്. അത് 18 മാസം വരെ കുടിശ്ശികയാക്കി കളയുന്ന നില UDF ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്ത് സ്വീകരിച്ചിരുന്നു. ഇപ്പോഴോ കുടിശ്ശിക മുഴുവൻ LDF കൊടുത്തു തീർത്തു. അതിനാവശ്യമായ വർധനവ് വരുത്തി. 600 രൂപയിൽ നിന്ന് ഇപ്പോൾ 1600 രൂപയായി. നമ്മുടെ കേരളത്തിൽ മാസം തോറും ആ പെൻഷൻ ആളുകളുടെ കയ്യിൽ കിട്ടുന്ന അവസ്ഥ വന്നു.
പാവങ്ങളോട് കനിവ് ഉണ്ടാവുക എന്നത് ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ കേരളത്തിലെ UDF ആ പാവങ്ങളെ കഞ്ഞിമുട്ടിക്കുന്ന നിലയാണ് അവരധികാരത്തിലുള്ളപ്പോൾ സ്വീകരിച്ചത്. ഇനി അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ അവർ നൽകിയിട്ടുണ്ട്. പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ. 2.5 ലക്ഷത്തിലധികം വീടുകൾ ഇപ്പോൾ പൂർത്തിയായി. ഇനിയൊരു 1.5 ലക്ഷം വീട് ആ പദ്ധതിയുടെ ഭാഗമായി തന്നെ പൂർത്തീകരിക്കാനുണ്ട്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചിലർ പറഞ്ഞു ഞങ്ങൾ നേരത്തെ അപേക്ഷിച്ചായിരുന്നു, ഞങ്ങൾക്ക് കിട്ടിയില്ല, അപേക്ഷിക്കാൻ ആ സമയത്ത് പറ്റിയില്ല, അപേക്ഷ കൊടുത്തെങ്കിലും അത് മറ്റെന്തോ കാരണങ്ങളാൽ പരിഗണിച്ചില്ല, അർഹരാണ് ഞങ്ങൾ. അപ്പോൾ അവർക്കൊരവസരം കൂടി കൊടുക്കുക. അവർക്ക് വീണ്ടും അപേക്ഷ നൽകാനുള്ള അവസരം കൊടുത്തു. ആ അപേക്ഷകൾ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനയുടെ ഭാഗമായി അതിൽ അർഹതയുള്ള എല്ലാവർക്കും വീട് കൊടുക്കുക എന്നുള്ളതാണ് LDFൻ്റെ നയം. ചിലപ്പോൾ വീണ്ടും അത് ലക്ഷങ്ങളായേക്കാം. ലക്ഷങ്ങളുണ്ടെങ്കിൽ ആ ലക്ഷങ്ങൾക്കും വീട് കൊടുക്കുക എന്നത് തന്നെയാണ് LDF നയം. പക്ഷേ UDF എന്താ പറഞ്ഞത്? UDF അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്നാണ് പറഞ്ഞത്. ഇതാണ് പാവങ്ങളോടുള്ള സമീപനത്തിൻ്റെ പ്രശ്നം. എത്രമാത്രം ജനവിരുദ്ധമായ നിലയിലേക്ക് മാറുന്നു. എങ്ങനെ ഒരു മനുഷ്യരുടെ പ്രസ്ഥാനമല്ലേ ഏത് പാർട്ടിയായാലും, ഒരു മനുഷ്യരുടെ പ്രസ്ഥാനത്തിന് സാധാരണഗതിയിലൊരു മനുഷ്യത്വപരമായ സമീപനം വേണ്ടേ? എങ്ങനെയാണ് പാവങ്ങൾക്ക് ഏറ്റവും അധികം ഗുണം വരുന്ന ഇത്തരമൊരു കാര്യം ഞങ്ങൾ വന്നാൽ പൂർണ്ണമായി ഇല്ലാതാക്കും എന്ന് പറയാൻ ഒരു പ്രസ്ഥാനത്തിന് കഴിയുന്നത്? നമ്മുടെ സംസ്ഥാനത്ത് മഹാമാരി ഏറ്റവും ശക്തമായ ഘട്ടം പലയിടങ്ങളിലും ജനങ്ങൾക്ക് വലിയ തോതിലുള്ള ദുരിതങ്ങൾ സമ്മാനിച്ചതാണ്. സ്വാഭാവികമായും നമ്മുടെ നാട്ടിലും അതിൻ്റെ ദുരിതങ്ങൾ ഉണ്ടാവേണ്ട. എന്നാൽ നമ്മുടെ നാട്ടിൽ പട്ടിണി ഉണ്ടാകാൻ പാടില്ല, ആരും പട്ടിണി കിടക്കരുത്. ഈ ഒരു നിലപാട് പൊതുവെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. നാടും നാട്ടുകാരും തദ്ദേശഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും എല്ലാം ആ ഒരു കാര്യത്തിൽ ഉറച്ച നിലപാടെടുത്തു. അതിൻ്റെ ഭാഗമായി സംഭവിച്ചതെന്താ? സാധാരണഗതിയിൽ ഇത്തരമൊരു ദുരന്തഘട്ടത്തിൽ വലിയ തകർച്ച സംഭവിച്ചു പോകുന്ന പാവങ്ങൾ, അവർക്ക് ആ രീതിയിലൊരു തകർച്ച സംഭവിച്ചില്ല. ആരും പട്ടിണി കിടക്കേണ്ടി വന്നില്ല. പലതരത്തിലുള്ള നടപടികളിലൂടെ നമുക്കവരെ താങ്ങി നിർത്താൻ കഴിയും. ഇതാണല്ലോ പാവങ്ങളോട് സ്വീകരിക്കേണ്ട സമീപനം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനമാണ് പൊതുവെ നമ്മുടെ കേരളത്തിൽ UDF സ്വീകരിക്കുന്നത് എന്താണ് വസ്തുത. ഇപ്പോൾ രാജ്യത്ത് ഉദാരവൽക്കരണ നയം നടപ്പിലാക്കുന്നു. ആ ഉദാരവൽക്കരണ നയങ്ങൾ രാജ്യത്താകെ നടപ്പാകില്ല. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പൊതുചിത്രം നിങ്ങൾ നോക്കി. കേന്ദ്ര ഗവൺമെൻറ് ഈ നയം നടപ്പാക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വം BJPക്ക്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കുറേയുണ്ട്, BJPയുടെ കൂടെ നിൽക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. അവരെല്ലാം ആഗോളവൽക്കരണ നയം തന്നെ. നമ്മുടെ രാജ്യത്ത് പിന്നെ കോൺഗ്രസ് ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളാണ്, കോൺഗ്രസും ആഗോളവൽക്കരണ നയം തന്നെ. അപ്പോൾ രാജ്യത്തിൻ്റെ ചിത്രം ഇതാണ്. എല്ലാ സംസ്ഥാനങ്ങളും ഏറെക്കുറെ ആഗോളവൽക്കരണ നയം അംഗീകരിക്കുന്നു. ആഗോളവൽക്കരണ നയത്തിൽ നിന്ന് വ്യത്യസ്തമായ നയം, ആഗോളവൽക്കരണ നയം അംഗീകരിക്കാതെ ബദൽ നയം നടപ്പാക്കുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമാണ്. ഇത് ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരെ പ്രക്ഷോഭം നടത്തുന്ന രാജ്യത്താകെയുള്ള കർഷകർ, തൊഴിലാളികൾ, മറ്റധ്വാനിക്കുന്നവർ, ജീവനക്കാർ, ഇങ്ങനെയെല്ലാമുള്ള വലിയ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, അവരെല്ലാം
കേരളത്തെയും കേരളം സ്വീകരിക്കുന്ന സമീപനത്തെയും വലിയ ആശാപൂർവമാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പും ആ തരത്തിൽ തന്നെയാണ് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ കാണുന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു ബദൽ നയം മുന്നോട്ട് വച്ചിരിക്കുന്നു. ആ ബദൽ ഇന്ന് രാജ്യത്തിന് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തകർക്കാനുള്ള നീക്കം, ആ മതനിരപേക്ഷത തകർക്കാനുള്ള നീക്കത്തിൽ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു പോകുന്നത് രാജ്യത്ത് തന്നെ ഇടതുപക്ഷമാണ്. വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ച് മാത്രമേ മതനിരപേക്ഷത സംരക്ഷിക്കാനാവൂ. നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷതയും ഭരണഘടനയും തകർക്കാനുള്ള നീക്കങ്ങളാണ് ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാജ്യത്താകെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടേറെ പ്രസ്ഥാനങ്ങൾ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന്, ഭരണഘടന സംരക്ഷിക്കുന്നതിന്, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഉയർന്നു വരികയാണ്. പല രൂപങ്ങളുണ്ട്. ഇപ്പോൾ ചിലർ പുരസ്കാരങ്ങൾ തിരിച്ചു കൊടുക്കുന്ന അവസ്ഥ, അതൊരു സമരരൂപമാണ്. അങ്ങനെയുള്ള വിവിധ രൂപങ്ങളുണ്ട്. ഇതൊരു വലിയ പ്രസ്ഥാനമായി വരികയാണ്. രാജ്യത്ത് മതനിരപേക്ഷത സംരക്ഷിക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം. ഇക്കാര്യത്തിൽ ഇന്ത്യയിലാകെ ഇടതുപക്ഷം കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകുന്നു. രാജ്യത്താകെ ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് മാത്രമാണ് ഇന്നുള്ളത്. അത് കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ഗവൺമെൻറ് മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന സമീപനത്തെ രാജ്യം വളരെ പ്രത്യേകതയോടെയാണ് നോക്കിക്കാണുന്നത്. ഇവിടെ വർഗീയതയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ അക്കാര്യത്തിൽ കൃത്യതയാർന്ന നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ ഭിന്നിപ്പിക്കുമാറുള്ള പൗരത്വ നിയമ ഭേദഗതി പ്രശ്നം വന്നപ്പോൾ അതിലും രാജ്യത്ത് ആദ്യഘട്ടത്തിൽ തന്നെ ആ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറയാൻ ഇവിടുത്തെ LDF ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ രാജ്യത്തിലെ മതനിരപേക്ഷത സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന എല്ലാവരും വളരെ ആവേശപൂർവ്വം നോക്കിക്കാണുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേരളം വ്യത്യസ്തമായി നിൽക്കുകയാണ്. ആ വ്യത്യസ്തമായി നിൽക്കുന്ന കേരളത്തെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് എങ്ങനെ പിന്നോട്ടടിപ്പിക്കാൻ പറ്റും, എങ്ങനെ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തെയും LDFനെയും വലിയ തോതിൽ ദുർബലപ്പെടുത്താൻ കഴിയും, അതിനുള്ള നീക്കങ്ങളാണ് കേരളത്തിൽ ഒരു കേരളാതല ധാരണയിലൂടെ കോൺഗ്രസും UDFും BJPയും കൂടി ശ്രമിക്കുന്നത്. അത് വലിയ തോതിൽ ഉയർന്നു വരുന്നു എന്നതാണ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ അതുണ്ട്, ഇപ്പോൾ കുറേ കൂടി പ്രകടമായ രൂപം വരുന്നു. ചില സ്ഥാനാർത്ഥികൾ തന്നെ, UDFിൻ്റെ സ്ഥാനാർത്ഥികൾ തന്നെ കഴിഞ്ഞ തവണ BJPക്ക് വോട്ട് ചെയ്തവരെല്ലാം ഇത്തവണ എനിക്കാണ് വോട്ട് ചെയ്യുക എന്ന് പച്ചയായി പറയുന്ന നില വന്നിരിക്കുന്നു. അപ്പോൾ രഹസ്യധാരണയല്ല, ഇപ്പോൾ ഏറെക്കുറെ പരസ്യമായി പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇത് നമ്മുടെ നാട്ടിലെ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവിൻ്റെ ഭാഗമായുള്ള നിലപാട് തന്നെയാണ് സ്വീകരിക്കുക. ഇടതുപക്ഷത്തിനും LDFനും വലിയ തോതിലുള്ള സ്വീകാര്യത നാട്ടിൽ പൊതുവെ ഉയർന്നു വരുന്നു എന്നതാണ് ഈ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അനുഭവം. സാധാരണ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഉയർന്ന നിലയല്ല കാണുക. പക്ഷേ ഇത് തുടക്കത്തിൽ തന്നെ ഉയർന്ന നിലയാണ് കാണുന്നത്. അത്രമാത്രം ആവേശത്തോടെയാണ് ജനങ്ങൾ പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് കാണുന്നത്. ഇതാണ് പൊതുവെ പങ്കുവെക്കാനുള്ള കാര്യം. കഴിഞ്ഞ ദിവസം പാലക്കാട് മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥി E. ശ്രീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യം, കഴിഞ്ഞ 5 വർഷത്തിൽ കേരളത്തിനകത്ത് വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്നില്ല. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ടീവായ ഒരു പരിഗണനയല്ല ചൂണ്ടിയതായിരുന്നു അദ്ദേഹം ഉന്നയിച്ചത് ആരോപണം. അദ്ദേഹം പറയുന്ന ഒരു മറ്റൊരു കാര്യം, പാലാരിവട്ടം പാലത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് മുഖ്യമന്ത്രി തന്നെ സപ്പോർട്ട് ചെയ്തത്. അന്ന് ഉന്നയിച്ച തലശ്ശേരി മൈസൂർ പാതയിൽ E. ശ്രീധരൻ പിന്തുണച്ചില്ല, അതിൻ്റെ ഒരു വിരോധവും കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. E. ശ്രീധരൻ ഒരു നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ടെക്നോക്രാറ്റ് ആയിരുന്നല്ലോ. ഈ എഞ്ചിനീയറിംഗ് രംഗത്ത് അദ്ദേഹം ഒരു വിദഗ്ധനായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു.
എന്നാൽ ഏത് വിദഗ്ധനും ബി ജെ പി ആയാൽ ബി ജെ പിയുടെ സ്വഭാവം കാണിക്കും. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഭാഗമായി എന്തും വിളിച്ചു പറയാവുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ടാകും. നമുക്ക് തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തു നിൽക്കുന്നതാണ് നല്ലത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ. കാരണം ആ തരത്തിലുള്ള ജൽപ്പനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഏതാത് അല്ല, ഞാൻ പറഞ്ഞ ഒരു സംഭവം പറഞ്ഞല്ലോ, ഞാൻ അതല്ലേ ചോദിക്കട്ടെ എടിയത്. ഞാൻ പറഞ്ഞു ഒരു സ്ഥാനാർത്ഥി പരസ്യമായിട്ട് അഭ്യർത്ഥിക്കുന്നു അല്ലെങ്കിൽ പറയുന്നു. ഏത് പറയുന്നു. എന്താ പറഞ്ഞത്? കഴിഞ്ഞ തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്തവരെല്ലാം വളരെ ആവേശപൂർവ്വം നോക്കിക്കാണുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേരളം വ്യത്യസ്തമായി നിൽക്കുകയാണ്. ആ വ്യത്യസ്തമായി നിൽക്കുന്ന കേരളത്തെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് എങ്ങനെ പിന്നോട്ടടിപ്പിക്കാൻ പറ്റും, എങ്ങനെ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തെയും എൽ ഡി എഫിനെയും വലിയ തോതിൽ ദുർബലപ്പെടുത്താൻ കഴിയും, അതിനുള്ള നീക്കങ്ങളാണ് കേരളത്തിൽ ഒരു കേരളാതല ധാരണയിലൂടെ കോൺഗ്രസും യു ഡി എഫും ബി ജെ പിയും കൂടി ശ്രമിക്കുന്നത്. അത് വലിയ തോതിൽ ഉയർന്നു വരുന്നു എന്നതാണ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ അതുണ്ട്, ഇപ്പോൾ കുറേ കൂടി പ്രകടമായ രൂപം വരുന്നു. ചില സ്ഥാനാർത്ഥികൾ തന്നെ, യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ തന്നെ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്തവരെല്ലാം ഇത്തവണ എനിക്കാണ് വോട്ട് ചെയ്യുക എന്ന് പച്ചയായി പറയുന്ന നില വന്നിരിക്കുന്നു. അപ്പോൾ രഹസ്യധാരണയല്ല, ഇപ്പോൾ ഏറെക്കുറെ പരസ്യമായി പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇത് നമ്മുടെ നാട്ടിലെ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവിൻ്റെ ഭാഗമായുള്ള നിലപാട് തന്നെയാണ് സ്വീകരിക്കുക. ഇടതുപക്ഷത്തിനും എൽ ഡി എഫിനും വലിയ തോതിലുള്ള സ്വീകാര്യത നാട്ടിൽ പൊതുവെ ഉയർന്നു വരുന്നു എന്നതാണ് ഈ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അനുഭവം. സാധാരണ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഉയർന്ന നിലയല്ല കാണുക. പക്ഷേ ഇത് തുടക്കത്തിൽ തന്നെ ഉയർന്ന നിലയാണ് കാണുന്നത്. അത്രമാത്രം ആവേശത്തോടെയാണ് ജനങ്ങൾ പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് കാണുന്നത്. ഇതാണ് പൊതുവെ പങ്കുവെക്കാനുള്ള കാര്യം. കഴിഞ്ഞ ദിവസം പാലക്കാട് മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥി E. ശ്രീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യം, കഴിഞ്ഞ 5 വർഷത്തിൽ കേരളത്തിനകത്ത് വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്നില്ല, മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ടീവായ ഒരു പരിഗണനയല്ല കിട്ടിയതായിരുന്നു അദ്ദേഹം ഉന്നയിച്ചൊരു ആരോപണം. അദ്ദേഹം പറയുന്ന ഒരു മറ്റൊരു കാര്യം, പാലാരിവട്ടം പാലത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് മുഖ്യമന്ത്രി തന്നെ സപ്പോർട്ട് ചെയ്തത്. അന്ന് ഉന്നയിച്ച തലശ്ശേരി മൈസൂർ പാതയിൽ E. ശ്രീധരൻ പിന്തുണച്ചില്ല, അതിൻ്റെ ഒരു വിരോധവും കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. E. ശ്രീധരൻ ഒരു നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ടെക്നോക്രാറ്റ് ആയിരുന്നല്ലോ. ഈ എൻജിനീയറിംഗ് രംഗത്ത് അദ്ദേഹം ഒരു വിദഗ്ധനായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. എന്നാൽ ഏത് വിദഗ്ധനും ബി ജെ പി ആയാൽ ബി ജെ പിയുടെ സ്വഭാവം കാണിക്കും. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഭാഗമായി എന്തും വിളിച്ചു പറയാവുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ടാകും. നമുക്ക് തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തു നിൽക്കുന്നതാണ് നല്ലത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ. കാരണം ആ തരത്തിലുള്ള ജൽപ്പനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഏതാത് അല്ല, ഞാൻ പറഞ്ഞ ഒരു സംഭവം പറഞ്ഞല്ലോ, ഞാൻ അതല്ലേ ചോദിക്കട്ടെ എടിയത്. ഞാൻ പറഞ്ഞു ഒരു സ്ഥാനാർത്ഥി പരസ്യമായിട്ട് അഭ്യർത്ഥിക്കുന്നു അല്ലെങ്കിൽ പറയുന്നു. ഏത് പറയുന്നു. എന്താ പറഞ്ഞത്? കഴിഞ്ഞ തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്തവരെല്ലാം ഇത്തവണ എനിക്കാണ് വോട്ട് ചെയ്യുക എന്നൊരു സ്ഥാനാർത്ഥി പരസ്യമായി പറയുകയാണ്. ഞാൻ സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞില്ല. അത് ആ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയണോ നിങ്ങൾക്ക്? കെ ബാബു, നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. അത്ര പച്ചയായിട്ട് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? അപ്പോൾ എത്രമാത്രം കടന്നു പോയിരിക്കുന്നു എന്നാണ് നാം കാണേണ്ടത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. മലമ്പുഴ CPM-നെ സംബന്ധിച്ച് ഏറെ കാലമായി ഒട്ടേറെ പ്രമുഖർ മത്സരിച്ച മണ്ഡലമാണ്.
മലമ്പുഴയിൽ CPM BJP UDF BJP കൂട്ടുകെട്ടാണെന്ന് CPM പറയുമ്പോൾ CPM എന്നിൽ ദുർബല സ്ഥാനാർത്ഥി എന്ന ആരോപണം അവർ ഉന്നയിക്കുന്നു. അത് ഈ നിങ്ങൾ ഇവിടുത്തുകാർ തന്നെയല്ലേ അല്ലേ? അല്ല, മലമ്പുഴയിൽ ഞങ്ങൾ സഖാവ് VS ആയിരുന്നു നേരത്തെ മത്സരിപ്പിച്ചത്. അങ്ങനെ മത്സരിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ഈ VS അല്ല സ്ഥാനാർത്ഥിയെങ്കിൽ മത്സരിക്കുന്നതിന് വേണ്ടി കണ്ടിരുന്നയാൾ പ്രഭാകരനാണ്. ഒരു ഘട്ടത്തിൽ പ്രഭാകരനെ ഒരു വലിയ പ്രചരണ പ്രവർത്തനത്തിലേക്കും സഖാക്കൾ നീങ്ങി. പക്ഷേ ഞങ്ങൾ VS തന്നെ മത്സരിക്കട്ടെ എന്ന നിലപാട് നിശ്ചയിച്ചപ്പോൾ പ്രഭാകരൻ സ്ഥാനാർത്ഥി അല്ലാതാകുകയാണ് ചെയ്തത്. അപ്പോൾ മലമ്പുഴയെ സംബന്ധിച്ച് എത്രയോ കാലമായിട്ട് പ്രഭാകരൻ അവിടുത്തെ അറിയപ്പെടുന്ന നേതാവാണ്, വളരെ സ്വീകാര്യതയുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഇപ്രാവശ്യം സ്ഥാനാർത്ഥിയാക്കി എന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയായിട്ട് മാത്രമേ ആരും കാണൂ. അത് എന്തോ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. പിന്നെ ഞങ്ങൾക്ക് ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരാവശ്യമില്ല. ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയല്ല ജനങ്ങളുടെ സ്വീകാര്യത നേടുന്നത്. ഞങ്ങൾക്ക് ജയിച്ചു വരാൻ ഏതെങ്കിലും ഒരു വർഗീയ ശക്തിയുടെ പിന്തുണയോ സഹായമോ ആവശ്യവുമില്ല. അല്ല, ഇതിപ്പോൾ പറഞ്ഞതല്ല. ഇതിപ്പം നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നുന്നത് ഇപ്പം ഞാൻ എന്തോ പറഞ്ഞതാണെന്ന്. ഇതിലുണ്ടായത് നേരത്തെ ശബരിമലയുടെ കാര്യത്തിൽ സുപ്രീം കോടതി ഒരു നിലപാടെടുത്തു. സുപ്രീം കോടതിയുടെ നിലപാടിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങളുണ്ടായി. പിന്നെ സുപ്രീം കോടതി തന്നെ ആ നിലപാടിൽ അയവ് വരുത്തി. ആ അയവ് വരുത്തിയിട്ട് കുറേ കാലമായി. ശബരിമലയിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. മാസപൂജയുണ്ട്, മാസാദ്യം 5 ദിവസം തുറന്ന് കാര്യങ്ങൾ നടക്കുന്നില്ലേ? പിന്നെ വിശേഷ ദിവസങ്ങളിലെ പൂജയുണ്ട്. പിന്നെ ശബരിമല സീസണിൻ്റെ ആ ഉത്സവത്തിൻ്റെ സമയത്തുള്ള കാര്യങ്ങൾ നടന്നു. ഇതെല്ലാം നടന്നു പോവുകയാണ്, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ശബരിമലയിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നില്ല. ഇനി പ്രശ്നം വരാനുള്ളത് എപ്പോഴാണ്? ഈ സുപ്രീം കോടതി അയവ് വരുത്തിയതിനു ശേഷം സുപ്രീം കോടതിയുടെ അവസാന വിധി വരാനുണ്ട്. അവരത് വിശാല ബെഞ്ചിന് വിട്ടല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആ വിധി വരണം. ആ വിധി വരുമ്പോൾ, അതാണ് ഗവൺമെൻറ് അന്ന് തന്നെ പറഞ്ഞത്, ആ വിധി വരുമ്പോൾ ആ വിധിയുടെ ഭാഗമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുവെങ്കിൽ അത് എല്ലാവരുമായും ചർച്ച ചെയ്ത് മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ. ആ ഘട്ടത്തിൽ എല്ലാവരുമായും ചർച്ച ചെയ്യും. അപ്പോഴേ ആ പ്രശ്നം വരുന്നുള്ളൂ. നമ്മളതിനെ ഇപ്പോഴേ അതിന് കോപ്പൂട്ടി നിൽക്കുന്നു. ആ വിധി വരട്ടെ. വിധി വന്നതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെയുള്ള നടപടികൾ തന്നെ സ്വീകരിക്കും. ഇതിലൊരാശയക്കുഴപ്പമില്ല. ഇതിൽ എന്താ വ്യക്തത വേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും ഇല്ല. എന്നാൽ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലും ഈ പ്രശ്നം എടുത്തിരുന്നു. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലും ശബരിമലയുമായി ബന്ധപ്പെട്ട് കുറേ പ്രചരണങ്ങൾ നടന്നിരുന്നു. അത് ശബരിമലയുടെ പ്രശ്നമെടുത്ത് ഏതെങ്കിലും മട്ടിൽ ആളുകളെ സ്വാധീനിച്ച് അത് കുറച്ച് വോട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്നൊരു ചിന്തയുടെ ഭാഗമാണ്. അത് ഏശില്ല എന്ന് കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ മനസ്സിലായി. കാരണം ആളുകൾക്കല്ല ഇത് ബോധ്യമാണ്. ഇപ്പം സർക്കാർ സ്വീകരിച്ച നിലപാടിനെ പറ്റി ആളുകൾക്കോ വിശ്വാസികൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള സംശയമില്ല. ഇനി ആ പ്രശ്നം വരുന്നത് ഈ വിധിക്ക് ശേഷം മാത്രമാണ്. അപ്പോൾ കാര്യങ്ങൾ എന്തെങ്കിലും ചർച്ച ചെയ്യേണ്ടതുണ്ടെങ്കിൽ അപ്പോൾ ചർച്ച ചെയ്യാൻ നേരത്തെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആളുകൾ, വിശ്വാസികൾ അതിൽ പൂർണ്ണ ബോധ്യത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ഒരാശങ്കയും ഉണ്ടാകേണ്ടതായിട്ടില്ല. അതൊക്കെ കേസിൻ്റെ നടപടിക്രമങ്ങളല്ലേ ഇന്ന്. കേസായിട്ട് വരട്ടെ. കേസ് ഇപ്പം വന്നിട്ടില്ലല്ലോ. കേസ് വന്നാലല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ പറയുന്നത്. ഇപ്പോഴേ അതുമായി ബന്ധപ്പെട്ട് ബഹളം കൂട്ടേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പറയേണ്ട ഉത്തരം എൻ്റെ അടുക്കൽ നിന്ന് കിട്ടണമെന്ന് വെച്ചാൽ അത് സാധിക്കും. അതെ, അത് അദ്ദേഹത്തോട് ചോദിക്കണം എന്താ പറഞ്ഞത്. ഞാനിപ്പോൾ നിങ്ങളൊരു വാചകം എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുമോ എന്താണെന്നുള്ളത്. അല്ല, നിങ്ങൾക്ക് എന്തോ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് വിവരങ്ങളല്ല ആവശ്യം, വേറെ എന്തോ ആവശ്യമാണ്. അതെന്താണ്? അത് ഇന്നത്തെ കേരളത്തിലെ വലതുപക്ഷത്തിൻ്റെ ആവശ്യമാണ്.
അതിൻ്റെ ഭാഗമായിട്ടാണ് ശബരിമല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശബരിമലയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. അവിടെ എത്രയോ നാളുകളായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ അവിടുത്തെ ദർശനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളെല്ലാം അവിടെ പോകുന്നുണ്ട്. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നുമില്ല. അപ്പോൾ ഇനിയൊരു പ്രശ്നം വരാനിടയുള്ളത് എപ്പോഴാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ആ പ്രശ്നം വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആലോചിക്കാം. രമേശ് അദ്ദേഹം എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല. ഞാൻ അന്നൊരു സ്ഥാനാർത്ഥിയാണ്. ഏത് അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് ആ ഇറങ്ങിയ കാലമുണ്ടല്ലോ, ആ 77 ഞാൻ കൂത്തുപറമ്പിൽ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയായിരിക്കുന്ന ആൾ വേറൊരു സ്ഥലത്ത് ഏജൻ്റാകാൻ പോകും. എന്തും പറയാത്തുള്ള ഒരവസ്ഥയല്ലേ. എന്നാൽ ആ കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കണ്ടേ, അതെങ്കിലും മനസ്സിലാക്കി പറയേണ്ടിയിരുന്നില്ലേ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എനിക്ക് വ്യക്തമല്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് കേരളത്തിൽ കള്ളവോട്ട് നടത്താൻ വലിയ ശ്രമം നടത്തുന്നു എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസത്തിൽ കാസർഗോഡ് ഒരു മേഖലയിൽ ഒരാൾക്ക് കുറെ വോട്ടുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ ഉന്നയിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതല്ലേ പിന്നെ അദ്ദേഹത്തിന് തിരിച്ചടിയായത്. അദ്ദേഹം ആ സ്ത്രീ പറഞ്ഞല്ലോ, എൻ്റെ വോട്ട് മറ്റാരുമല്ല ചേർത്തത്, കോൺഗ്രസ്സുകാരാണ്. ഞാൻ കോൺഗ്രസ്സാണ്, കോൺഗ്രസ് കുടുംബമാണ്, എൻ്റെ വോട്ട് ചേർക്കാൻ സഹായിച്ചത് കോൺഗ്രസ്സുകാരാണ് എന്ന് അവർ തന്നെ പറയില്ലേ. അപ്പോൾ അതല്ലേ നടന്നിട്ടുള്ളത്. അത് പ്രതിപക്ഷ നേതാവിനെ ഏതോ തരത്തിൽ ആളുകൾ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിച്ച് അത് ബോധപൂർവമാണോ അല്ലേ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഏതായാലും അത് അദ്ദേഹം പരിശോധിക്കട്ടെ എന്താണ്. അതിൽ ഗവൺമെൻറ് പ്രത്യേക ഉത്തരവാദിത്വമൊന്നുമില്ല. കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെ വോട്ട് UDF വോട്ട് മറിച്ചു നിൽക്കുന്ന ഓരോ രാജഗോപാൽ തന്നെ തുറന്നു പറഞ്ഞു. അതിനെങ്ങനെയാണ്? അല്ല, ഒ രാജഗോപാൽ അതിൻ്റെ ഗുണഭോക്താവാണല്ലോ. ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. അതുമാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, കേരളത്തിൽ ആകെ നടന്നിട്ടുള്ള കോൺഗ്രസും ലീഗും BJPയും കൂടിയുള്ള സഖ്യത്തിൻ്റെ കാര്യം പറഞ്ഞു. അത് ഗുണം ചെയ്തത് BJPക്കാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ അതിൻ്റെ ഗുണഭോക്താവായ രാജഗോപാൽ തന്നെ പറയുന്നു, നേമത്ത് എനിക്ക് കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടിയിട്ടുണ്ട്. നേതൃതലത്തിലാണ് ഇക്കാര്യങ്ങളിൽ ധാരണയുണ്ടായത് എന്നും അദ്ദേഹം പറയുകയാണ്. അപ്പോൾ കഴിഞ്ഞ കാലത്ത് BJPയുമായി സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് എന്നത് ഇപ്പോൾ പരസ്യമായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതേ സഖ്യം ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ആലോചനകളാണ് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾ നല്ല ജാഗ്രത പാലിച്ച് പോകേണ്ടതുണ്ട്. മതനിരപേക്ഷത സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ നല്ല ജാഗ്രതയോടെ ആ കാര്യം വീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ നേരത്തെ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നു. അവർ സ്ഥാനാർത്ഥിയായി വരുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കാര്യമുണ്ട്. ഒരു അമ്മ എന്ന നിലക്ക് അവർക്കുള്ള വികാരം, വേദന, ഇതൊക്കെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള നടപടി സ്വീകരിക്കാനാണ് സർക്കാർ തയ്യാറായിട്ടുള്ളത്. അതായത് പ്രശ്നങ്ങളിൽ അവരോടൊപ്പം നിൽക്കാനാണ് സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. അവസാനത്തെ CBI അന്വേഷണം വരെ അതിൽ പൂർണ്ണമായി അവർക്ക് തൃപ്തികരമായ നിലയിൽ തന്നെയാണ് സർക്കാർ നീങ്ങിയിട്ടുള്ളത്. എന്നാൽ സ്ഥാനാർത്ഥിയാകണോ വേണ്ടേ എന്നൊക്കെ അവർ തീരുമാനിക്കേണ്ടതാണ്. ആ സ്ഥാനാർത്ഥിയാകുന്നെങ്കിൽ സ്ഥാനാർത്ഥിയാവട്ടെ, മറ്റൊന്നും എനിക്കതിനെപ്പറ്റി ഇപ്പോൾ പറയാനില്ല. അപ്പോൾ നമുക്ക് സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം പറയുന്നത് 91 ഉണ്ടായിരുന്നത് വ്യക്തികൾ തമ്മിൽ ധാരണയായിരുന്നു, ഒരു രഹസ്യമായ ധാരണ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. രാജഗോപാലിന്റെ ആരോപണങ്ങൾ തള്ളിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അതിനെങ്ങനെയാണ്? 91 മുൻപാണ് ഈ കോലീബി സഖ്യം യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. ആ കോലീബി സഖ്യത്തെ ഫലപ്രദമായിട്ട് നമുക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. ആ പരാജയപ്പെടുത്തലാണ് വടകരയും ബേപ്പൂരും സംഭവിച്ചത്. വലിയ തോതിൽ ഒറ്റപ്പെടുന്ന അവസ്ഥ വന്നു. പിന്നീടാണ് ഏതാനും മണ്ഡലങ്ങളിൽ, ഒരു മണ്ഡലമല്ല, കുറച്ചധികം മണ്ഡലങ്ങളിൽ ഈ പറയുന്ന നിങ്ങൾ പറഞ്ഞ
കാര്യം നടക്കുന്നത്. ആ കാര്യം നടന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലുള്ള ചില നേതാക്കൾ തന്നെ പരസ്യമായി അന്നത്തെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, നിങ്ങളാ കസേരയിൽ ഇരിക്കുന്നത് ഞങ്ങൾ സഹായിച്ചത് കൊണ്ടാണെന്ന് ഓർമ്മ വേണം. ഈ തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ നേരത്തെ നടക്കുന്നുണ്ടായിരുന്നു. അന്ന് BJPയുടെ വോട്ട് വാങ്ങലായിരുന്നു. BJPയുടെ വോട്ട് കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. എന്നാൽ ആദ്യത്തെ കോലീബി സഖ്യത്തിൽ അതുമാത്രമായിരുന്നില്ല. BJPക്കാർക്ക് കുറച്ച് സഹായം ചെയ്തു കൊടുക്കാനും സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനും ശ്രമിച്ചിരുന്നു. പിന്നീട് BJPക്ക് ഇവിടെ അക്കൗണ്ട് തുടങ്ങാൻ കഴിഞ്ഞത് ഈ ഇടപെടലിലൂടെയാണ്. ഒ രാജഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ് സഹായിച്ചു. കോൺഗ്രസിൻ്റെ വോട്ട് ആ മണ്ഡലത്തിൽ പിന്നെ കാണാനില്ല. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ആ തരത്തിലാണ് നേമത്ത് രാജഗോപാലിന് ജയിച്ചു വരാൻ കഴിയും. രാജഗോപാൽ തന്നെ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു. പിന്നെ ആരില്ല എന്ന് പറഞ്ഞാലും അത് വസ്തുതയായി മാറുകയാണ്. ഇത് ഒരു രുചി അറിഞ്ഞ ചില പ്രത്യേകതകളുണ്ടല്ലോ, പിന്നെ അത് തന്നെ തുറന്നുകൊണ്ടിരിക്കുകയല്ലോ. ആ ഒരു നില സ്വീകരിക്കാൻ ഇപ്പോഴും ശ്രമം നടക്കുകയാണ്. അതിൽ ജാഗ്രത വേണമെന്നാണ് പറഞ്ഞത്. മാത്രമല്ല, ഇവരൊരു പ്രത്യേക തരത്തിലുള്ള ധാരണ സംസ്ഥാന തലത്തിൽ കോൺഗ്രസും UDFും BJPയും തമ്മിൽ ഉണ്ടാക്കുന്ന പ്രശ്നവും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് പിന്നെ പറയാം. ഇത് എങ്ങനെ പറഞ്ഞാലും ഓരോരുത്തരും ചോദിക്കും. അത് നമുക്ക് പിന്നെ ആകാം. നല്ലത്. ശരി. ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ തവണത്തേതിൽ കൂടുതലുണ്ടാകും.